നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം ഏപ്രിൽ 19 നടക്കും. ഏപ്രിൽ 26 രണ്ടാം ഘട്ടവും നടക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലായിരിക്കും. മെയ് 7, 13, 20, 25, ജൂൺ 1 എന്നിങ്ങനെയാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ. ജൂൺ 4 വോട്ടെണ്ണൽ നടക്കും. 7 സംസ്ഥാനങ്ങളിലെ 26 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനോടൊപ്പം ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 543 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 80 മണ്ഡലങ്ങളിലും, മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലും, നാലാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലും, അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളിലും, ആറാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും, ഏഴാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ കാരണങ്ങളാൽ നടത്തുന്നില്ലെന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം വന്നെത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJPയും NDAയും തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വികസന പദ്ധതികൾ, സേവനങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതെന്നും മോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും. അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തും. കൂടാതെ ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുഴുവൻ സമയ കൺട്രോൾ റൂം സ്ഥാപിക്കും. നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. എയർപോർട്ടുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന കർശനമാക്കും. ഓൺലൈൻ പണമിടപാടുകൾ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വോട്ടർമാരും ഈ ചരിത്രത്തിൽ പങ്കാളികളാകണമെന്നും തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിൻ്റെ അഭിമാനം എന്നതാണ് മുദ്രാവാക്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ 800 ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി നേരിട്ട് സംസാരിച്ചുവെന്നും എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ളം, ശൗചാലയം, വീൽചെയർ, മെഡിക്കൽ സൗകര്യങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ സജ്ജമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്, 40% വൈകല്യമുള്ളവർക്കും ആണ് വോട്ട് ഫ്രം ഹോം ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രായാധിക്യം മൂലം അവശനിലയിലായവർക്കും ശാരീരിക വൈകല്യം മൂലം വോട്ട് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ സൗകര്യം ഏറെ പ്രയോജനപ്പെടും. രാഹുൽ ഗാന്ധി നയിച്ച 2 മാസത്തിലധികം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര പര്യടനം മുംബൈയിൽ സമാപിച്ചു. മണിപ്പൂരിൽ നിന്നും ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെ പിന്നിട്ടാണ് പര്യടനം പൂർത്തിയാക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ 5 ന്യായ പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് പൂർത്തിയാക്കി. ഇന്ന് മുംബൈ ശിവാജി പാർക്കിലാണ് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം. ഇന്ന് നടക്കുന്ന സമ്മേളനം മെഗാ റാലിയും ഇന്ത്യ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്രത്തെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഒരു മതവിഭാഗത്തിന് ഒഴികെ മറ്റുള്ളവർക്ക് മാത്രം പൗരത്വം നേടാൻ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയെന്നും ചട്ടങ്ങൾ പുറത്തിറക്കിയ നടപടി സ്റ്റേ ചെയ്യണമെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തിന് നിയമം എതിരാണെന്നും ഹർജിയിൽ കേരളം വ്യക്തമാക്കുന്നു. മറ്റ് അപേക്ഷകൾക്കൊപ്പം കേരളത്തിൻ്റെ ഹർജിയും കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും വയനാടിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉയർന്നു.
കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടതുകൊണ്ടാണ് പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ശബ്ദം മുഴങ്ങാതിരുന്നത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. വന്യമൃഗശല്യം രൂക്ഷമായ വയനാട് മുഖ്യമന്ത്രി ഇതുവരെ സന്ദർശിക്കാത്തതിലും സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിലും പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. പാർട്ടി പരിപാടിക്ക് എത്തുന്ന നേതാക്കൾക്ക് നേരെ രാഷ്ട്രീയ മര്യാദ ലംഘിക്കുന്ന ഇത്തരം നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും തെറ്റായ പ്രവണത തുടരാനാണ് കോൺഗ്രസ് തീരുമാനമെങ്കിൽ അതിനെ നേരിടാൻ CPM തയ്യാറാകുമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. KSRTC ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ജീവനക്കാർക്ക് അദ്ദേഹം എഴുതിയ തുറന്ന കത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447151447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.